വന്ന് തൊട്ടടുത്ത വീട് ഇവിടെ വന്നപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു. അപ്പോഴേക്കും പോലീസ് ഇവിടെ എത്തിയായിരുന്നു. അപ്പോൾ ആളെ നമുക്ക് ഒരു കാറിലോ ജീപ്പിലൊന്നും എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ജീവനുണ്ടെങ്കിൽ നമുക്ക് ലെൻസിലൊക്കെ കുത്തിക്കയറി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അതിന് ആംബുലൻസ് വിളിച്ചു. ഒരു 5 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വന്നു. ആംബുലൻസ് വന്ന് ഞാനും തൊട്ടടുത്തുള്ളൊരു പയ്യനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോലീസും കൂടെ വന്നായിരുന്നു. മരിച്ച ആളെയാണ് ഞങ്ങൾ ആംബുലൻസിൽ കൊണ്ടുപോയത്. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും പോലീസ് മറ്റേ CSF ജവാനെയും പോലീസ് ജീപ്പിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ആംബുലൻസിൽ നിന്ന് ഈ മരിച്ച ആളെ ഇറക്കുമ്പോൾ തന്നെ മലം വണ്ടിയിൽ കിടപ്പുണ്ടായിരുന്നു. മലം ഉണ്ടായിരുന്നു, കട്ടച്ചോര, മൂക്കിൽ നിന്ന് വായിൽ നിന്ന് കട്ടച്ചോരയുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം ഒരു സംശയം തോന്നി. ഹോസ്പിറ്റലിൽ കയറ്റി, കാഷ്വാലിറ്റി കയറ്റി. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ ആൾ മരിച്ചു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് CSF ജവാനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് അങ്ങനെ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ല. അതിന് ശേഷം ഒരു തിരിച്ച് ഞങ്ങൾ വന്ന് ഈ വാഹനം എന്താണ് യഥാർത്ഥ സംഭവം എന്ന് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വന്നപ്പോഴാണ് തോമർ റോഡിൽ AKG ഗ്രൗണ്ടിന് സമീപം മറ്റൊരു ആൾട്ടോ കാർ കിടപ്പുണ്ട്. അപ്പോൾ ഈ 2 കാറും തമ്മിൽ സൈഡ് കൊടുത്തപ്പോൾ ഉണ്ടായ തർക്കം എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത്. ഈ മരിച്ച പയ്യൻ തുറവൂർ സ്വദേശിയാണ്, ഇവിടെ കാസിനോയിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് LF ഹോസ്പിറ്റലിലെ അറിയപ്പെടുന്ന ഫിസിയോതെറാപ്പിസ്റ്റാണ്, എല്ലാവരും അറിയപ്പെടുന്നൊരു ആളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു നിരപരാധിയായിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. CSF ഭടൻ കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോഴ്സിൻ്റെ ഒരു തിണ്ണമിടക്ക് കാണിച്ചായിട്ടാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇവിടെ പല വിഷയങ്ങളിലും ഇവരാ രീതിയിൽ ഇടപെടാറുണ്ട്. അവരോട് ആരും ചോദിക്കില്ല, അവരോട് ആരും പറയില്ല എന്നുള്ളൊരു മുട്ടാപ്പോക്കനായാണ് അവർ ഇന്നലെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. വേറെ ആരും വേറെ വിഷയത്തിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും നായത്തോട് പ്രദേശത്തെ സംബന്ധിച്ചതൊരു ധാരണ സംഭവമാണ്, ആദ്യത്തൊരു സംഭവമാണ്. ഇവിടെ നിരവധി CSF താമസിക്കുന്നുണ്ട്, ഈ പ്രദേശങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അവരോടൊക്കെ എല്ലാവരും വലിയ ലോകത്തിൽ പോകണമാണ്. പക്ഷേ ഇനി എന്ത് വേണമെന്നുള്ള നാട്ടുകാരെ ആലോചിക്കേണ്ടി വരും. കാരണം ഒരു കാര്യമില്ലാതെ ഒരു നിരപരാധിയുള്ള ചെറുപ്പക്കാരനെ കൊന്നു എന്നാണ്. അതായത് അവിടെ വാഹനത്തിൽ സൈഡ് കൊടുക്കുമ്പോൾ തർക്കമുണ്ടായി. അതിനുശേഷം ആളെ ഇടിച്ചു, ബോണറ്റിലേക്ക് ആൾ വീഴാണ് ചെയ്തത്. അവിടുന്ന് ഇവിടം വരെ ഈ ബോണറ്റിലിരിക്കുക ആളെ കുടുംബമാണ് പറയുന്നത്. ഏകദേശം നേരെ വരാണെങ്കിൽ 1 കിലോമീറ്റർ ഇല്ല, എന്നാലും ഒരു 1 കിലോമീറ്റർ തൊട്ട് താഴെ ദൂരം ഉണ്ട് അത്. അപ്പോൾ എന്തായാലും വളരെ ദാരുണമായിട്ട് സംഭവമാണ്. അതെ, നാട്ടുകാർ തടഞ്ഞു കൊല്ലിൽ പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ വന്നത്. അപ്പോഴേക്കും പോലീസും വന്നു. അപ്പോൾ നാട്ടുകാരും പോലീസും ആ രീതിയിൽ ഇടപെട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, അതായത് പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഈ CSF അവർക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ, കാരണം കുറ്റവാളിയാണല്ലോ. അപ്പോൾ അത് ശക്തമായി പോലീസ് അന്വേഷിച്ചു. 2 CSFകാരും കഴിഞ്ഞ ദിവസം തന്നെ പോലീസിനെ പിടിക്കാൻ സാധിച്ചു ഇന്നലെ തന്നെ. അതോ ആരെങ്കിലും ഒരാളെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഓടി ഇവിടുന്ന് രക്ഷപ്പെട്ടിരുന്നതാണ്. പിന്നീട് CCTV കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അവരെ പിടിച്ചായിരിക്കാനാണ് ഈ സാധ്യത. അതായത് അപകടം നടന്ന സമയം തൊട്ട് പിന്നാലെ ഇവർ ഓടി രക്ഷപ്പെടുക ചെയ്തത്. അതെ, ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. അവരിവിടെ താമസിക്കുന്നവരെയാണ്. അവരെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. മരിച്ച ആൾ തുറവൂർ സ്വദേശിയാണ്, അങ്കമാലി തൊട്ടടുത്തുള്ള തുറവൂർ. മുൻ സ്പീക്കർ AP കുര്യൻ്റെ വീടിൻ്റെ അടുത്താണ്. തുറവൂർ സ്വദേശിയാണ്, അങ്കമാലിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരം. അദ്ദേഹത്തിൻ്റെ കാറും മറ്റവരുടെ കാറും തമ്മിൽ സൈഡ് കൊടുക്കുന്നതിനുള്ള തർക്കമാണോ? അതിൻ്റെ തർക്കമാണെന്ന് പറഞ്ഞത്. ഞാൻ അപ്പോൾ രാവിലെ CA ആയിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത് ഇവർ തമ്മിലുള്ള കാറ് സൈഡ് കൊടുക്കുമ്പോൾ ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ്. ആ തർക്കം ഇതേപോലെ മുറിച്ചു. സംഭവം നടക്കുന്ന 1 കിലോമീറ്റർ തൊട്ടപ്പുറയാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ 500 മീറ്റർ ഇല്ല. ഇത്രയും ദൂരം ഓടിച്ചു വന്നാണ് പറയുന്നത്. അതെ, അങ്ങനെയാണ് പറയുന്നത്. നേരത്തെ കണ്ട ദൃശ്യങ്ങളിലെ വേറൊരാൾ കൂടി കിടപ്പുണ്ട്. അതാരായിരുന്നു? 2 ആളുകൂടെ കിടപ്പുണ്ടായിരുന്നു. ഒരാൾ CSF കാരൻ, ഒരാൾ മരിച്ചപ്പെട്ട പയ്യൻ. ഈ 2 ആളുകൂടെ കിടന്നിരുന്നത്. അവരുടെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതെങ്ങനെയാണെന്നൊരു പിടിയും കിട്ടില്ല. ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇവിടെ 2 ആളും നിലത്ത് കിടക്കണം. അതെ, അയാളാണ് ഹോസ്പിറ്റലിൽ. അങ്ങനെയാണ് നമുക്ക് തോന്നിയത്. വണ്ടിയിൽ കയറ്റുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ല, ആളെ എടുത്ത് കയറ്റാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടിയിട്ട് ഈ പാൻറ്റിൻ്റെ അവിടെ ബെൽറ്റുമേൻ ബനിയന്മേൻ പിടിച്ചുള്ളൂ. ശരീരത്തിൽ പിടിച്ചാൽ ചിലപ്പോൾ ഊരി പോരുന്ന അവസ്ഥയിലാണ്. ഈ ഭാഗം മൊത്തം അരഞ്ഞ മാതിരിയാണ് ഇരിക്കുന്നത്. നമുക്കത് കണ്ടാൽ സാധാരണ ഒരു മനുഷ്യനെ കണ്ടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇല്ലില്ല, പിന്നീട് അറിഞ്ഞാണ് ആൾ വന്നത്. പിന്നെ അപരിചിതരായിട്ട് കുറച്ച് ആളുണ്ടായിരുന്നു. അവരാരും എനിക്ക് അറിയില്ല. അതൊന്നും വണ്ടിമേ കാണാൻ പറ്റില്ല. ഈ വണ്ടി ആളെ റൂട്ടിലിട്ട് വണ്ടിമേ ഒരച്ച മാതിരി തോന്നണം ശരീരം കണ്ടു കഴിഞ്ഞാൽ. അതറിയില്ല. ഞങ്ങളിവിടെ കാണുമ്പോൾ ഒരു പ്രദേശം മൊത്തം അരഞ്ഞിരിക്കുകയാണ്. മുഖത്തിനും പറ്റിയിട്ടുണ്ട്. ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗം ആകെ അരഞ്ഞ് പോയ മിക്സിയിലിട്ട് അരച്ച മാതിരിയാണ്.